ഫ്രാങ്ക് മക്കാൻ. ഈ പേര് ഓർത്തു വെച്ചോളൂ. കാരണം നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ദിവസം ഡബ്ലിനിലെ ഒരു കഫേയിൽ, ഒരു സ്ട്രീറ്റിൽ, ഒരു ഷോപ്പിംഗ് ഏരിയയിൽ നിങ്ങൾ കാണുന്ന ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കൽ അയർലൻഡിലെ ഏറ്റവും ഭയാനകമായ ഒരു ഇരട്ട കൊലപാതക കേസിലെ ഇപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രതിയായിരിക്കുമെന്ന് അവിശ്വസനീയമായി തോന്നാം. പക്ഷേ അയർലൻഡിൽ ലൈഫ് സെന്റൻസ് അനുഭവിക്കുന്ന ചില തടവുകാർക്ക് റീഹാബിലിറ്റേഷന്റെ ഭാഗമായി ടെമ്പററി റിലീസ് അഥവാ ഡേ റിലീസ് ലഭിക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. ഈ സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമായത് ഒരാളുടെ പേരിലാണ്, ഫ്രാങ്ക് മക്കാൻ. 1992 സെപ്റ്റംബർ 4 ആ രാത്രി ഡബ്ലിനിലെ റാത്ത്ഫർണം പ്രദേശത്തെ ഒരു വീട്ടിൽ തീപിടുത്തമുണ്ടായി. അയൽവാസികൾക്ക് ആദ്യം തോന്നിയത് ഒരു സാധാരണ ഹൗസ് ഫയർ. പക്ഷേ തീ അണച്ചപ്പോൾ അവിടെ കണ്ടത് ഒരു വലിയ ദുരന്തത്തിന്റെ തെളിവുകളായിരുന്നു. ആ തീയിൽ 36 വയസ്സുള്ള എസ്തേർ മക്കാനും വെറും 18 മാസം മാത്രം പ്രായമുള്ള ഫോസ്റ്റർ മകൾ ജെസിക്കയും ദാരുണമായി മരിച്ചു. ഫ്രാങ്ക് മക്കാന് പരിക്കുകളോടെ രക്ഷപ്പെടാൻ സാധിച്ചു. അയാൾ തകർന്ന മനസ്സുള്ള ഭർത്താവായി എല്ലാവർക്കും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു: എങ്ങനെ ഒരാൾക്ക് മാത്രം രക്ഷപ്പെടാൻ സാധിച്ചു? അന്വേഷണം ആഴത്തിലേക്ക് പോയപ്പോൾ ഇത് അപകടമല്ലെന്ന സംശയം ശക്തമായി. തീ ആരംഭിച്ച രീതിയും സംഭവങ്ങളുടെ സമയക്രമവും കൂടാതെ ഫ്രാങ്ക് മക്കാന്റെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും അന്വേഷണത്തിൽ പരിശോധിക്കപ്പെട്ടു. അന്വേഷണം പുരോഗമിച്ചതോടെ കഥ മുഴുവൻ മാറി. ഇത് അപകടമല്ല, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇത് എസ്തേറിനെ കൊല്ലാനുള്ള ആദ്യ ശ്രമം അല്ലായിരുന്നു എന്നാണ്. അതിനു മുമ്പും പലതവണ അവളെ കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. കാറിന്റെ ബ്രേക്ക് തകരാറിലാക്കാൻ ശ്രമിച്ചതും, ഇലക്ട്രിക് ബ്ലാങ്കറ്റിലൂടെ തീ പിടിപ്പിക്കാൻ ശ്രമിച്ചതും, വീട്ടിൽ ഗ്യാസ് ചോർത്തി അപകടമുണ്ടാക്കാൻ ശ്രമിച്ചതുമെല്ലാം കോടതിയിൽ പരാമർശിക്കപ്പെട്ടു. ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതിനു ശേഷമാണ് വീടിന് തീ വെച്ച് കൊലപാതകം നടത്തിയതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഫ്രാങ്ക് മക്കാൻ തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും എന്തിനു കൊന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ഈ കേസിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു രഹസ്യം പുറത്തു വരാൻ പോവുകയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ നല്ല പേരിനെയും തകർക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ സന്തോഷമുള്ള ഒരു കുടുംബം പോലെ തോന്നാം. പക്ഷേ ചിലപ്പോൾ ഒരു വീടിന്റെ ചുമരുകൾക്കുള്ളിൽ നടക്കുന്നത് ലോകമറിയാത്ത ഒരു കഥയായിരിക്കും. ഫ്രാങ്ക് മക്കാന്റെയും എസ്തേർ മക്കാന്റെയും ജീവിതത്തിലും അതായിരുന്നു സംഭവിച്ചത്. 1990കളുടെ തുടക്കത്തിൽ ഡബ്ലിനിലെ അവരുടെ ജീവിതം സാധാരണ പോലെ തോന്നിക്കുന്നതായിരുന്നു. ഫ്രാങ്ക് മക്കാൻ സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. സ്വിമ്മിംഗ് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം പലർക്കും പരിചിതനായിരുന്നു. എസ്തേർ ആകട്ടെ ഒരു അമ്മയാകാനുള്ള ആഗ്രഹത്തോടെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഫോസ്റ്റർ കിഡായിട്ട് വന്നതായിരുന്നു കുഞ്ഞു ജെസിക്ക. 18 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് അവരുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിന് പിന്നിൽ ഒരു ഇരുണ്ട സത്യം ഒളിച്ചിരുന്നതായി പിന്നീട് അന്വേഷണത്തിൽ പുറത്തു വന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ജെസിക്കയുടെ അഡോപ്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് പുറത്തുവരാൻ സാധ്യതയുള്ള ആ രഹസ്യം മറയ്ക്കാനായിരുന്നു കൊലപാതകമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഫ്രാങ്ക് മക്കാൻ തന്റെ നീന്തൽ പരിശീലന ക്ലാസ്സിലുണ്ടായിരുന്ന 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയിൽ ഒരു കുഞ്ഞിന്റെ പിതാവായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ പുറത്തു വന്നത്. അതേസമയം ഭാര്യ എസ്തേറിനൊപ്പം ഫോസ്റ്റർ മകൾ ജെസിക്കയെ നിയമപരമായി ദത്തെടുക്കാനുള്ള നടപടികൾ നടക്കുകയായിരുന്നു. ഫോസ്റ്ററിംഗ് നടപടികൾക്കിടയിൽ ഈ രഹസ്യം പുറത്തു വന്നാൽ തന്റെ ജീവിതവും പേരും തകരുമെന്ന ഭയമാണ് കോടതിയിലെ കൊലപാതകത്തിന് പിന്നിലെ പ്രേരണയെന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചു. ആ രഹസ്യം മറയ്ക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനം തന്റെ കുടുംബത്തിന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതായിരുന്നു. 1996ലെ വിചാരണ അയർലൻഡിൽ വലിയ ശ്രദ്ധ നേടി. കോടതിയിൽ പല തെളിവുകളും അവതരിപ്പിക്കപ്പെട്ടു. 4 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം അവസാനം ജൂറി ഒരു തീരുമാനത്തിലെത്തി: ഫ്രാങ്ക് മക്കാൻ കുറ്റക്കാരനാണ്. പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇത് പെട്ടെന്നുണ്ടായ ഒരു ദുരന്തമല്ല, മുൻകൂട്ടി ആലോചിച്ച ഒരു കുറ്റകൃത്യമാണ്. ഭാര്യ എസ്തേർ മക്കാന്റെയും കുഞ്ഞു ജെസിക്കയുടെയും കൊലപാതകത്തിന് അദ്ദേഹത്തിന് 2 ലൈഫ് സെന്റൻസുകൾ ലഭിച്ചു. പക്ഷേ ഒരു കുറ്റവാളി ജയിലിൽ പോകുന്നതോടെ കഥ അവസാനിക്കുമോ? ഇല്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫ്രാങ്ക് മക്കാൻ വീണ്ടും വാർത്തകളിൽ ഇടം നേടി. കാരണം 1992 സ്വന്തം ഭാര്യയെയും 18 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊന്ന കുറ്റവാളി ഇന്ന് ഡബ്ലിന്റെ തെരുവുകളിൽ സ്വതന്ത്രനായി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യനെ പോലെ തെരുവിലൂടെ നടക്കുന്നതിന്റെ വീഡിയോ. ജീവപര്യന്തം ശിക്ഷ ലഭിച്ച ഒരാൾക്ക് തെരുവിൽ കൂടെ സ്വതന്ത്രമായി നടക്കാൻ അവകാശമുണ്ടോ? കാരണം ലൈഫ് സെന്റൻസ് എന്നത് അയർലൻഡിലല്ല ഇപ്പോഴും ജീവിതകാലം മുഴുവൻ ജയിലിൽ എന്നല്ല. ശിക്ഷ അനുഭവിക്കുന്നവരുടെ പെരുമാറ്റം, അപകട സാധ്യത, റീഹാബിലിറ്റേഷൻ എന്നിവ വിലയിരുത്തി ടെമ്പററി റിലീസ് അല്ലെങ്കിൽ ഡേ റിലീസ് പോലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാം. ഇതാണ് ഇപ്പോൾ പലരിലും ആശങ്കയും ചർച്ചയും ഉണ്ടാക്കുന്നത്. എസ്തേറിന്റെ കുടുംബത്തിന് ഇത് പഴയൊരു കേസ് മാത്രമല്ല, അവർക്കത് ഇന്ന്
നഷ്ടപ്പെട്ട ഒരു മകളുടെയും ഒരു കുഞ്ഞിന്റെയും ഓർമ്മയാണ്. ഫ്രാങ്ക് മക്കന്റെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: ചിലപ്പോൾ ഏറ്റവും അപകടകരമായ മുഖം അപരിചിതന്റെ മുഖമല്ല, നമ്മൾ വിശ്വസിച്ച ഒരാളുടെ മുഖത്തിന് പിന്നിലും ഈ ഇരുട്ടൊളിച്ചിരിക്കാം. ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റിൽ അറിയിക്കൂ. അയർലൻഡിലെ പ്രധാന വാർത്തകളും യഥാർത്ഥ കുറ്റാന്വേഷണ കേസുകളും മലയാളത്തിൽ അറിയാൻ ലൈഫ് ഇൻ അയർലൻഡ് ഫോളോ ചെയ്യൂ. ഞാൻ റിനി. നന്ദി.